ഹലോ ഫ്രണ്ട്സ്, നമ്മളെ അമ്മമ്മ ഒരു പ്ലാവിന്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാ എന്നാ അമ്മമ്മ ഇടാ പ്ലാവിന്റെ അടുത്ത് ചെറിയ ചക്ക കണ്ടലാവുന്നുണ്ട്. അതെയാ? ആ, നമ്മ വിറക് കുറുക്കാൻ പോയ സമയത്താണ് അമ്മമ്മ കാണിച്ചു തന്നത്. മേലേക്കൊന്നും കാണും. ഇതാ ഇവിടെ ആവുന്നുണ്ട്. ഇതാ ഈ ക്യാമറയിൽ കാണുന്നുണ്ടാവും, ചെറുതായിട്ട് ആവുന്നുണ്ട്. ഇത് വലിയ ചക്കയാവും. ചെറിയ ചക്ക കണ്ടലാവുമ്പോ പുളിങ്കറിയെല്ലാം വെക്കും, തോരൻ വെക്കും. ഇപ്പം ചെറിയതല്ലേ, ഇത് ചിലത് കേട് വന്നിട്ട് പോവും, ചിലത് നല്ലതാവും. അങ്ങനെയാണ് തന്നെ അല്ലേ? ഇത് അമ്മമ്മ ഇങ്ങനെ ഈ അമ്മമ്മ നട്ടത്. അതെ അല്ലേ? കൊടുത്ത പറമ്പിൽ അമ്മമ്മ നട്ടത്, അമ്മേന്റെ അമ്മ. അതെ, പണ്ടല്ലേ? അവർക്ക് ഇത് വിറ്റ സമയത്ത് അവരെ വളപ്പിൽ പ്ലാവായി. ഇതിന്റെ ചക്ക ഞാൻ പറിച്ചോന്ന് അറിയലുണ്ട് അമ്മമ്മയോട്. അത് ഞാൻ ചക്ക പറിക്കാൻ ഇതിന്റെ മേലെ ഉണ്ടാവുമ്പോ ഉയരത്തിലല്ലേ, അതിൽ ചക്കയും പോവും. ഇതങ്ങ് മേലോളും ഉണ്ട്, കാണാ ഇതിലങ്ങനെ കാണൂലല്ലോ. എന്നാ പിന്നെ നമുക്ക് പോവാ അല്ലേ? എന്നാ പിന്നെ എല്ലാരും നമ്മളെ അമ്മമ്മക്കൊരു അതെ അമ്മമ്മേരെ വീഡിയോ കണ്ടിട്ട് നല്ല സന്തോഷമായിട്ട് എന്റെ മോന് നല്ലതായി വരണം. ഓന് ഇങ്ങനെ കഷ്ടപ്പാടിലാണ് അമ്മമ്മേനെ ഇടക്കിടയിൽ കാണാൻ വരുന്നത്. അതെ, അമ്മമ്മേരെ വീഡിയോ ഒക്കെ ഒരുപാട് ആള് നല്ല നല്ല കമന്റുകളും ലൈക്കും എല്ലാം ഇടുന്നുണ്ട്. പ്രാർത്ഥിക്കും വേണം, ഒരു സൂക്കടൊന്നും ഇല്ലാതെ അമ്മമ്മക്ക്. എന്നാലേ അങ്ങോട്ട് പാട്ടെല്ലാം നല്ല 10-20 പാട്ട് എന്നും പാടുന്നുണ്ട് കേട്ടാ. ഈ ആഴ്ച വരുന്ന ആഴ്ച എല്ലാം കൂടെ കൊറേ നല്ല അയ്യപ്പൻ്റെതും കൃഷ്ണന്റെതും ദേവീന്റെതും എല്ലാം പാടി സന്തോഷം എല്ലാവർക്കും എന്നും. അമ്മമ്മേനെ ഈ ലൈക്ക് ചെയ്തിട്ടും കമന്റ് ഇട്ടിട്ടെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. അവർക്ക് എല്ലാവർക്കും ഭഗവാൻ കടാക്ഷിക്കും. അതെ, ഓരോ ആളെ പേര് എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാരും ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാനും അമ്മമ്മയും എല്ലാ കമന്റും എല്ലാം വായിക്കുന്നുണ്ട്. എല്ലാവർക്കും അതുകൊണ്ട് നന്ദി. ഞാൻ അന്നേരം എല്ലാ കമന്റിനും മറുപടി തരുന്നുണ്ട് എല്ലാവർക്കും. ആർക്കും ഒരു വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ നന്ദി. കമന്റ് ഇടുന്നത് ലൈക്ക് ഇടുന്നത് മാത്രമല്ല, എല്ലാവർക്കും നന്ദി. കാണുന്ന അമ്മമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇനി കമന്റ് ഒന്നും ഇടാത്തവർക്കും എല്ലാവർക്കും നന്ദി. മൊത്തത്തിൽ നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോകും. ഏത് ദേവീക്ഷേത്രത്തിലും എവിടെ പോയാലും ഞാൻ ആർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കലുണ്ട്. അവര് നന്നാവലേ ഇല്ലു, മോശമൊന്നും ആയിട്ടില്ല ആരും. എന്നിട്ട് എന്നോട് പറയൂ, സൗമ്യ ചേച്ചി പറഞ്ഞാലും ചിലപ്പോ നമ്മള് പറഞ്ഞാൽ കേൾക്കൂല, സൗമ്യ ചേച്ചി പറയും പ്രാർത്ഥിക്കാൻ നമുക്ക് നല്ലത് വരാം. ഞാൻ പറഞ്ഞു നല്ലത് വരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മത്സ്യം വെക്കുന്ന ഒരാള് അയാൾ പറഞ്ഞു, ചേച്ചി നമ്മളെ മത്സ്യമൊന്നും ചെലവാകുന്നില്ല, അപ്പോൾ കൂടുതൽ ആള് മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാത്തത്. ഞാൻ പറഞ്ഞു കൂടുതൽ ആളിന്ന് മേടിക്കൂന്ന്.